ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 17:18 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്നത് സ്നേഹിതന്മാർ അല്ലെ, നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ. ആ ഫ്രണ്ട്സ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഒരു സ്വഭാവ സവിശേഷതയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അനർത്ഥകാലത്ത് ഈ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നു, നമ്മുടെ അനർത്ഥകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അന്നേരം ഒരു സ്നേഹിതനേക്കാൾ ഉപരി ഒരു സഹോദരൻ്റെ സ്നേഹം നൽകുന്നത്. അതൊരു സഹോദരൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരുടെ, നമ്മുടെ കൂടെ ജനിച്ചവരുടെ അവരുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് അനർത്ഥകാലത്തും അവർ നമ്മെ ഒരിക്കലും കൈവിട്ടു പോകുന്നവർ അല്ല. ആ ഒരു സ്വഭാവ സവിശേഷത ഒരു യഥാർത്ഥ സുഹൃത്തിലും കാണാൻ സാധിക്കുമെന്നുള്ളത് നാം നമ്മുടെ തിരുവചനത്തിലൂടെ ഒരു സദൃശവാക്യം എന്ന രീതിയിൽ നാം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നാം തിരുവചനം വായിക്കുമ്പോൾ ഒത്തിരി സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നുണ്ട്. പല രീതിയിൽ അവരുടെ സുഹൃത്തുക്കളെ സഹായിച്ചതായിട്ടും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ, അവരുടെ കൂടെ ഉള്ളവരെ സഹായിച്ചതായിട്ടൊക്കെ നമുക്ക് ഉദാഹരണം കാണാൻ പറ്റും. ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഒരു പക്ഷെ നമ്മുടെ ഓടി വരുന്നത് ദാവീദിൻ്റെയും യോനാഥാൻ്റെയും സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചാകാം. തൻ്റെ ജീവന് ഒരു പക്ഷേ ഭീഷണി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും, തൻ്റെ പിതാവിന് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അതൊക്കെ എതിർത്തുകൊണ്ട് സുഹൃത്ത് ബന്ധത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന യോനാഥാനെ നാം കാണുന്നുണ്ടല്ലേ. യോനാഥാനും ആ വാക്യത്തിന് എത്ര അർത്ഥവത്തായിട്ട് യോനാഥാൻ്റെ ജീവിതം നാം കാണുന്നത്. അനർത്ഥകാലത്ത് സഹോദരനായി തീർന്ന് ദാവീദിനെ തൻ്റെ സ്വന്തം സഹോദരനായി കരുതി സഹായങ്ങൾ ചെയ്യുന്ന, കൂടെ കരയുന്ന, കൂടെ ആ ഒരു സങ്കടം പങ്കിടുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു യോനാഥാനെ നാം കാണുന്നുണ്ട്. ഇനി നാം കുറച്ചിപ്പുറത്തേക്ക് മാറി വരുമ്പോഴത്തേന് രൂത്തിൻ്റെയും നവോമിയുടെയും ആ ഒരു ചരിത്രം സംഭവം മനസ്സിലാക്കുമ്പോൾ അവിടെയും അനർത്ഥകാലത്ത് നാം കാണേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ലോയൽറ്റി എന്നുള്ളതല്ലേ. ആ ഒരു സത്യസന്ധതയോടെ കൂടെ നിന്നു എന്നുള്ളത് നാം അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ആ സത്യസന്ധത അത് ഒരു നിസ്വാർത്ഥമായൊരു സ്നേഹത്തെയും നാം അവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഓർപ്പയുടെ വഴിയെ രൂത്തിന് പോകാമായിരുന്നു, പക്ഷേ അവിടെ അവരൊരു സുഹൃത്തുക്കൾ എന്നതിലുപരി അവർ തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് അമ്മായിമ്മ മരുമകൾ എന്നൊരു ബന്ധമാണ്. എങ്കിലും അവരൊരു സുഹൃത്ത് ബന്ധം അവർ തമ്മിൽ അത്രയും ഒരു ബോണ്ട് ഒരു പക്ഷെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ രൂത്തിൻ്റെ മനസ്സിലെ ആ ഒരു നന്മ കൊണ്ടും ആകാം, അപ്രകാരം ദൈവം പ്രവർത്തിച്ചത് കൊണ്ടുമാകാം രൂത്ത് അവിടെ കൂടെ നിൽക്കുന്നു. നമുക്കറിയാം നവോമിയുടെ ജീവിതത്തിൽ എത്രയോ അനർത്ഥമാണ് സംഭവിച്ചതല്ലേ. രൂത്തിൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ നവോമി അവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുമ്പോൾ രൂത്തും കൂടെ പോയി ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നു. എല്ലാ കാലത്തും സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ്റെ ഗുണമാണ് നാം അവിടെ കാണുന്നത്. പിന്നെ നാം കുറേ ഉദാഹരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അപ്പോസ്തലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ആ ഒരു ജീവചരിത്ര ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും അതെ, ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇനി ജയിലിൽ കിടക്കാനാണെങ്കിൽ പോലും തന്നെ തള്ളിക്കളഞ്ഞു പോയ വേറെ ചിലരുടെയൊക്കെ പേരുകൾ പൗലോസ് അവിടെ ഉദാഹരിക്കുമ്പോൾ തന്നെ ശീലാസിനെ പോലുള്ള ചില കൂട്ടുശിഷ്യന്മാർ, വിശ്വസ്തരായ കൂട്ടുശിഷ്യന്മാരുണ്ടായിരുന്നു. എവിടെയായിരുന്നാലും കൂടെ നിന്നുകൊണ്ട് അനർത്ഥകാലത്തും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ വേണമെങ്കിൽ പറഞ്ഞ് പോകാമായിരുന്നു, പക്ഷെ പോകാതെ കൂടെ നിന്ന് ആ വിഷമവും ആ ജയിലിൽ അവർക്ക് പാടി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു കൃപ ലഭിച്ചത് ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
ഇനി നാം ഏലിയാവിൻ്റെയും എലീഷയുടെയും ചരിത്രം പഠിക്കുമ്പോഴും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി എസ്തറിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ഒരു ജനതയ്ക്ക് വേണ്ടി, അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, അവരുടെ സ്ഥിരതയ്ക്ക് വേണ്ടി, ദെബോറയും അതുപോലെ തന്നെ ഒരു ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, വിടുതലിന് വേണ്ടി അവരുടെ അനർത്ഥ കാലത്ത് അവരെ സ്നേഹിച്ചുകൊണ്ട് ഒരു സ്വന്തം സഹോദരിയെപ്പോലെ ആ ജനത്തിൻ്റെ ഒരു മാതാവ് എന്ന നിലയിൽ ദെബോറയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അപ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കരുതുന്ന, അനർത്ഥ കാലത്ത് കൂടെ നിന്ന് രക്ഷിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അനർത്ഥകാലത്ത് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഒരു യഥാർത്ഥ സ്നേഹിതൻ്റെ ഗുണമെന്ന് പറയുന്നത്. പക്ഷെ അനർത്ഥകാലം വരുമ്പോഴും സന്തോഷത്തിലും ജീവിതത്തിൽ ഒത്തിരി ഉയരങ്ങളോ എത്തിച്ചേരുമ്പോഴോ മറ്റ് നേട്ടങ്ങളുള്ളപ്പോഴോ മാത്രമല്ല, അനർത്ഥം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കൂടെ ഇരുന്ന് ആ ഒരു സങ്കടം പങ്കിടുവാൻ ഉള്ള ആ ഒരു നല്ലൊരു സുഹൃത്ത്. നാം ഓരോരുത്തരും യങ്സ്റ്റേഴ്സായ നാം ഓരോരുത്തരും നമുക്കൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ജെന്യുവനായിട്ടുള്ള യഥാർത്ഥ സുഹൃത്തുക്കൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. ഈ യോനാഥാനെയും ദാവീദിനെയും പോലെ അവരുടെ വിഷമങ്ങൾ അവർ ഷെയർ ചെയ്യുന്നു അല്ലേ. ആ സങ്കടം പങ്കിടുവാൻ ഉള്ളൊരു ആ ഒരു മനസ്സ് കാണിക്കുന്നു. പിന്നെ നാം നോക്കുമ്പോൾ ആ ഒരു വിശ്വസ്തത കാണിക്കുന്നുണ്ട്, ആ ഒരു സത്യസന്ധത ഫ്രണ്ട്സ് തമ്മിലുണ്ട്, കമ്പാഷൻ, ലോയൽറ്റി, അതുപോലെ സ്വാർത്ഥത ഒട്ടുമില്ലാതെ സെൽഫ്ലെസ് ആയിട്ട് ഒരു നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, പരസ്പരം ക്ഷമിക്കുവാനുള്ള മനസ്സുള്ള, ഏത് കാലത്തും കൂടെ ഇരിക്കുമെന്നുള്ളതിന് ചില ഉദാഹരണമായ ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിചയപ്പെടാൻ സഹായിച്ചു. ഈ ഗുണങ്ങളെല്ലാം ചേർന്നുകൊണ്ട് സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവിതം വെച്ചു കൊടുക്കുന്നതിലും അധികം വലിയ സ്നേഹം വേറെ ഇല്ല എന്ന് യോഹന്നാനിൽ നാം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് അവിടെ തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ച ആ കാൽവരി ക്രൂശിനെയും തൻ്റെ ആ സ്നേഹത്തെയും, താൻ നമ്മെ എത്രത്തോളം ഒരു സുഹൃത്തായി, ഒരു സഹോദരിമാരായി തൻ്റെ സ്വന്തം കുടുംബമായി നമ്മെ കാണുവാൻ കഴിഞ്ഞ ആ മഹാസ്നേഹത്തിന് മുൻപിൽ നമുക്ക് താഴ്മയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. എല്ലാ കാലത്തും സ്നേഹിക്കുന്ന ആ ഒരു ബ്രദർലി ലവ് മറ്റുള്ളവരുമായി പങ്കിടുന്ന നല്ല സുഹൃത്തുക്കളായി നമ്മെ ആക്കി വച്ചിരിക്കുന്നിടത്ത് നമുക്ക് ലഭിക്കുന്ന സുഹൃത്തുക്കളോട് പെരുമാറുവാൻ നമുക്കൊക്കെ ഇടയാക്കി തീരട്ടെ. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.